ആലപ്പുഴ ഹരിപ്പാട് അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി മരിച്ച യുവതിയുടെ ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അരളിപ്പൂവിന്റെ വിഷമാണോ എന്നറിയാൻ രാസപരിശോധന നടത്തും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഹരിപ്പാട് സ്വദേശി സൂര്യ സുരേന്ദ്രൻ മരിച്ചത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണുബാലകൃഷ്ണൻ, ഇതുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഡോക്ടർമാർ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹരിപ്പാട് CIക്ക് കൈമാറിയിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അത് ഈ അരളിപ്പൂ കഴിച്ചാൽ അത് കൊടിയ വിഷമാണ്, അതിൻ്റെ ഇലയും കായും പൂവും ഒക്കെ തന്നെ കൊടിയ വിഷമാണ് എന്ന തരത്തിലുള്ള വലിയ പ്രചരണം വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ തന്നെ ഒരു അന്തിമമായ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ ഇനി 3 ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റെ ഫലം, അതായത് ഇതിൻ്റെ കെമിക്കൽ ലാബിലേക്ക് ഈ മരിച്ച സൂര്യ സുരേന്ദ്രൻ്റെ ആന്തരിക അവയവങ്ങൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ഥിരീകരണം, ലാബിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരണം വന്നാൽ മാത്രമേ അരളിപ്പൂ കഴിച്ചാണോ ഈ 24-കാരി സൂര്യ സുരേന്ദ്രൻ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. നിലവിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതുവരെയും വിഷാംശം ഉള്ളിൽ ചെന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അത് അരളിപ്പൂ ആണെന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരത്തെ ലാബിൽ നിന്നും അതിൻ്റെ പരിശോധനയ്ക്ക് ശേഷം ഫലം ലഭിക്കും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ അരളിപ്പൂ കഴിച്ച യുവതി, 24-കാരി യുവതി സൂര്യ സുരേന്ദ്രൻ പിന്നീട് വിമാനത്താവളത്തിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി കുഴഞ്ഞു വീണ് മരിച്ചത്. ഹൃദയസ്തംഭനം ഉണ്ടായി എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതായത് ഞായറാഴ്ച രാവിലെ യുവതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അരളിപ്പൂവിൻ്റെ പൂ അത് അറിയാതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിച്ചത്. അതിനുശേഷം പിന്നീട് തുടർച്ചയായി ഛർദിലുണ്ടായി. ആലപ്പുഴയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന മധ്യമൊക്കെ തന്നെ തുടർച്ചയായി 4ഓ 5ഓ തവണയോ ഛർദിലുണ്ടായി. പക്ഷേ അത് ഭക്ഷണം കഴിച്ചതിൻ്റെ ചില പ്രശ്നമാണെന്ന് കുടുംബാംഗങ്ങൾ കരുതി. പക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കുഴഞ്ഞു വീണു. ആദ്യം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയോടെ തന്നെ മരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രചരണവും വന്നത്. നിലവിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയും അറിയിക്കുന്നത് അരളിപ്പൂ ആണോ മരിച്ചതെന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ 3 ദിവസങ്ങൾക്ക് ശേഷം കെമിക്കൽ ലാബിലെ പരിശോധന ഫലം ലഭിക്കണം. ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലടക്കം ഇത്തരത്തിൽ ഈ നേദ്യത്തിനും പൂജയ്ക്കുമൊക്കെ തന്നെ അരളിപ്പൂ എടുക്കുന്നത് കൊണ്ട് അത് മാറ്റണോ എന്നടക്കമുള്ള ചില നീക്കങ്ങൾക്ക് വേണ്ടി ആരോഗ്യവകുപ്പിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു മരണത്തിനെ ചുറ്റിപ്പറ്റിയുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അന്തിമ ഫലം കൂടി പുറത്തു വന്നാലേ അത്തരം കാര്യങ്ങൾക്കും തീരുമാനമാവുകയുള്ളൂ. വേണുബാലകൃഷ്ണൻ. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.